അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു. TVK ജനറൽ സെക്രട്ടറിയുടെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ദുരന്തഭൂമി സന്ദർശിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദയനിധി സ്റ്റാലിൻ കൂടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം വിദേശ പര്യടനത്തിലായിരുന്നു. ആ പര്യടനം വെട്ടിച്ചുരുക്കിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്ന കാഴ്ച നമ്മൾ അല്പം മുൻപ് കണ്ടതാണ്. ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മെഡിക്കൽ കോളേജിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയാണ് ഉദയനിധി സ്റ്റാലിൻ സന്ദർശിക്കുന്നത്. അവരെ അദ്ദേഹം അവരെ സന്ദർശിക്കും. ഇപ്പോൾ വാർഡിനകത്തേക്ക് അദ്ദേഹം കയറാൻ ശ്രമിക്കുകയാണ്. വാർഡിനകത്തേക്ക് നിരവധി നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹവും മാത്രം ഇപ്പോൾ ആ വാർഡിനകത്തേക്ക് പരിക്കേറ്റവരെ കാണുന്നതിന് വേണ്ടി കയറിയിരിക്കുകയാണ്. നേരത്തെ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിയിലും അദ്ദേഹം എത്തിയിരുന്നു. അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ച ശേഷമാണ് ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ മറ്റുള്ളവർ ഈ റോഡ് മാർഗം വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നെങ്കിൽ അദ്ദേഹം നടന്ന് കാൽനടയായി തന്നെ മോർച്ചറിയിൽ നിന്ന് നടന്ന് ഇപ്പോൾ ഈ വാർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉദയനിധി സ്റ്റാലിൻ കാൽനടയായി ഒരു 200 മീറ്ററോളം ദൂരത്തിൽ നടന്ന് ഇവിടെ എത്തി കാൽനടയായി എത്തിയാണ് ഇപ്പോൾ ഇവരെ കാണാനെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ വാർഡിനകത്തേക്ക് അദ്ദേഹം കയറിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ പരിക്കേറ്റവരുമായി സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുമായി സംസാരിക്കുന്നുണ്ട്.